കേരളത്തിൻ്റെ ജാതി സമവാക്യങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് നമ്പൂതിരിമാർ എന്നത്. ബ്രാഹ്മണ വിഭാഗങ്ങളിൽ പൊതുവെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒന്ന്. മറ്റ് ബ്രാഹ്മണ വിഭാഗങ്ങളെക്കാൾ വിശുദ്ധി കൂടിയ വൈദിക ബ്രാഹ്മണരാണ് നമ്പൂതിരിമാർ എന്നാണ് ചരിത്രത്തിൽ അവർ സ്വയം വിശ്വസിച്ചിട്ടുള്ളത്. ചരിത്ര വഴികളുമായി ബന്ധപ്പെട്ട വായനകളിൽ ബ്രാഹ്മണരാകുന്ന മറ്റ് വിഭാഗങ്ങളോട് പോലും നമ്പൂതിരിമാർ കാട്ടിയിട്ടുള്ള അകൽച്ചാ സമീപനം ചരിത്രപരമായി അതിപ്രശസ്തവുമാണ്. നമ്പൂതിരിമാരെ പറ്റിയുള്ള ചരിത്ര വായനയിൽ ഇത്തരത്തിൽ അപൂർവമായ പല വസ്തുതകളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നമ്പൂതിരിമാർ ആരാണെന്നും അവർ എവിടെ നിന്ന് വന്നുവെന്നും അവർ ആചരിച്ചിട്ടുള്ള ആചാരങ്ങളും അനാചാരങ്ങളും എന്തൊക്കെയെന്നും മറ്റ് ബ്രാഹ്മണ വിഭാഗങ്ങളോട് പോലും അവർ അയിത്തം എന്തിനു കൽപ്പിച്ചു തുടങ്ങി നമ്പൂതിരിമാരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ നമ്പൂതിരിമാരുടെ ചരിത്രം ആരംഭിക്കുന്നത് അവർ വടക്കേ മലബാറിലേക്ക് എത്തുന്നതോടുകൂടിയാണ്. അതായത് കേരളത്തിൻ്റെ മേഖലകളിലേക്ക് അവർ കുടിയേറി പാർത്തവരാണ് എന്നത് തന്നെ. തമിഴ് ബ്രാഹ്മണർ പാലക്കാട്ടേക്കൊക്കെ കുടിയേറി വന്നത് കാണാമെങ്കിലും ഈ നമ്പൂതിരിമാർ എന്നത് അവരുമായൊന്നും ബന്ധമുള്ളവരായിരുന്നില്ല എന്നതാണ് രസകരമായ ചരിത്രം. പൊതുവെ കർണാടക കടൽ തീരം വഴി കേരളത്തിലേക്ക് കടന്നവരാകണം ഇവരൊക്കെ എന്നതാണ് ചരിത്രകാരന്മാരിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായം എന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം അവർ കർണാടകയിൽ നിന്നും വന്നതാണോ എന്നതാണ്. സത്യത്തിൽ ഇവർ എന്തിന് ഇവിടെ വന്നുവെന്നോ അധിനിവേശത്തിൻ്റെ പ്രേരണ എന്തെന്നോ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത്രയധികം നടന്നിട്ടില്ല എന്ന് കാണാവുന്നതാണ്. AD ആദ്യ നൂറ്റാണ്ടുകളിൽ ചേര സാമ്രാജ്യം സകലമാന പ്രൗഢിയിൽ നിലനിന്നതും അതിൻ്റെ തകർച്ചക്കാലത്ത് ഇവിടെ ഏത് തരത്തിലുള്ള ജീവിത രീതിയായിരിക്കാം നിലനിന്നത് എന്നതുമൊക്കെ വലിയ ചർച്ചാ മേഖലയാണ്. കാരണം ആ ഒരു കാലത്താണ് നമ്പൂതിരിമാരുടെ വരവുണ്ടാവുന്നതും ആ കാലത്തെ സാമൂഹിക അവസ്ഥയെ അവർ ഉപയോഗപ്പെടുത്തുന്നതും. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലൊക്കെ സൃഷ്ടിച്ച നാഗമയ്യയാണ് നമ്പൂതിരിമാർ എവിടെ നിന്ന് വന്നു എന്നതുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്പൂതിരിമാരിൽ മുഖ്യ പങ്കും കൃഷ്ണാ നദിക്കും ഗോദാവരിക്കും ഇടയ്ക്കുള്ള പ്രദേശത്ത് നിന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. ഈ പ്രദേശം എന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ ഏറ്റവും ദരിദ്രമായ ഭൂമേഖലയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനൊക്കെ മുന്നേ വിന്ധ്യപർവ്വതത്തിന് തെക്കുള്ള മേഖലകളിൽ ഏറ്റവും കൊള്ളരുതാത്ത മേഖലയായി കൂടി ഇതിനെ കണക്കാക്കിയിരുന്നു. അതായത് പ്രകൃതിയുടെ സ്വഭാവമനുസരിച്ച് ആ കാലങ്ങളിൽ യാതൊരു അനുകൂല ഘടകങ്ങളുമില്ലാത്ത ഫലപുഷ്ടി ഏറ്റവും കുറഞ്ഞ മണ്ണുള്ള കാലാവസ്ഥ ദുസ്സഹമായ ഒരിടം. അവിടത്തെ ദരിദ്രരായ ജനതയാകുന്നു നമ്പൂതിരിമാർ. ഈ ജനത ദീർഘമായ വരൾച്ചയുടെയും ക്ഷാമത്തിൻ്റെയും പകർച്ചവ്യാധികളുടെയും ഒക്കെ നിരന്തര ക്രൂരതകൾക്ക് വിധേയമാകേണ്ടി വരികയും ചെയ്യുമല്ലോ. സ്വാഭാവികമായും അവർ അവിടെ നിന്ന് കുടിയേറ്റത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്രകാരം അവർ AD ആദ്യ നൂറ്റാണ്ടുകളിൽ കർണാടക മേഖലകളിലേക്കും തുടർന്ന് വടക്കൻ മലബാറിലേക്കും എത്തിയതാണ് എന്നതാണ് തിരുവിതാംകൂറിൻ്റെ സെൻസസ് നടപടികൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന നാഗമയ്യയുടെ നിരീക്ഷണങ്ങൾ. ഈ നാഗമയ്യയുടെ നിരീക്ഷണങ്ങളെ പത്മനാഭ മേനോൻ അംഗീകരിക്കുന്നുണ്ട്. നമ്പൂതിരിമാരുടെ പ്രധാനപ്പെട്ട ആദ്യ ഉറവിടം എന്തായാലും കൃഷ്ണ ഗോദാവരി നദികൾക്കിടയിലുള്ള പ്രദേശത്ത് നിന്ന് വന്നവരാണെന്ന വാദം ശരിയാണെന്ന നിലയിൽ തന്നെ പത്മനാഭ മേനോൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദിദേശം ഈ മേഖലയാണെന്ന് പറയാം. ഈ മേഖലകളിൽ സ്ഥിരം ദുരിതമനുഭവിച്ച ജനത മറ്റൊരു ദേശത്തേക്ക് പോവുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ. അങ്ങനെ അവർ വിവിധ ഗ്രൂപ്പുകളായി പല പല കാലങ്ങളിൽ പ്രാണനും കൊണ്ട് ആ ദേശത്ത് നിന്ന് രക്ഷപ്പെടുകയും ആദ്യകാലങ്ങളിൽ കർണാടകത്തിൽ അഭയം തേടുകയുമുണ്ടായി. അവിടെ നിന്നും കാലവർഷക്കാടുകൾ നിറഞ്ഞ കേരളത്തിൻ്റെ മേഖലകളിലേക്കും അവരെത്തുകയുണ്ടായി. അവരെത്തിയ ഭൂമിയിലെ ജന്മാവകാശത്തിന് പവിത്രത നൽകാനായി പരശുരാമനെ വരുത്തി കേരളം സൃഷ്ടിപ്പിച്ച കഥയായും നമ്പൂതിരിമാരെ ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും പാലക്കാട്, തിരുവിതാംകൂർ മേഖലകൾ പോലെ തമിഴ് ദേശവുമായി ബന്ധമുള്ള മേഖലകളിൽ നിന്നല്ല നമ്പൂതിരിമാർ കേരളത്തിലെത്തിയത് എന്നത് തീർച്ച. കർണാടക കടൽ തീരം വഴി കേരളത്തിൻ്റെ മേഖലകളിലേക്ക് എത്തുകയും അവരുടെ സംഘങ്ങൾ ആദ്യമായി എത്തിയത് കോലത്തിരി രാജ്യമാകുന്ന ചിറക്കൽ പ്രദേശത്തും ആയിരിക്കും എന്ന് പറയാം. ചരിത്രപരമായി രേഖാപരാമർശമുള്ള ആദ്യത്തെ നമ്പൂതിരി ഇടമെന്നത് കണ്ണൂർ ജില്ലയിലെ ചെല്ലൂർ അഥവാ പെരുംചെല്ലൂർ എന്നിരിക്കെ ഈ വാദത്തിന് ശക്തിയേറെയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നമ്പൂതിരി ഇടങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ ഇത്. പക്ഷേ പിന്നീടുള്ള കാലത്ത് ഉത്തര മലബാറിൽ ഇവരുടെ സാന്നിധ്യം കുറഞ്ഞു എന്നതാണ് മറ്റൊരു രസകരമായ ചരിത്രം. നമ്പൂതിരി ഇല്ലങ്ങളുടെ എണ്ണം ഉത്തര മലബാറിൽ കുറവാണ് എന്ന് മാത്രമല്ല
ഈ മേഖലയിലെ ധനസ്ഥിതി, സമൂഹത്തിലെ പ്രാബല്യം എന്നിവയിലൊക്കെ ഈ മേഖലകളിലെ നമ്പൂതിരിമാർ പൊതുവെ ദുർബലരായിരുന്നു. ക്ഷേത്രങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജന്മിമാരാവുന്ന നമ്പൂതിരിമാർ ഉത്തര മലബാറിൽ കുറവായിരുന്നു എന്നും കാണാം. അതായത് ജന്മിമാരായ നമ്പൂതിരിമാർ കുറവായ ഉത്തര മലബാറിൽ സമ്പന്നമായ ക്ഷേത്രങ്ങൾ കുറവായിരുന്നു എന്ന് ലോഗൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ലോഗൻ്റെ കണക്കനുസരിച്ച് ആകെയുള്ള 1017 നമ്പൂതിരി ഇല്ലങ്ങളിൽ അവർ ആദ്യം കാലുകുത്തിയ ചിറക്കൽ താലൂക്കിലെ ഇല്ലങ്ങളുടെ എണ്ണം 79 മാത്രമാണ്. ആദ്യകാലങ്ങളിലെത്തിയ നമ്പൂതിരിമാർ അല്ലെങ്കിൽ പതിതരായ നമ്പൂതിരിമാർ വടക്കൻ മലബാറിൽ തുടരേണ്ടി വരികയും മറ്റുള്ളവർ കേരളത്തിൻ്റെ പല മേഖലകളിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് അനുമാനം. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന, ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചരിത്രത്തിലെ കോരപ്പുഴ വിലക്ക് എന്നത്. നായരും തീയരും പോലെ നമ്പൂതിരിമാരും അവിടെ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് കേരളത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള നമ്പൂതിരിമാർക്ക് കോരപ്പുഴ കടന്ന് വടക്കോട്ട് വരാൻ വിലക്കുണ്ടായിരുന്നു. അതായത് കേരളത്തിൻ്റെ മറ്റിടങ്ങളിലെ നമ്പൂതിരിമാർ വടക്കേ മലബാറിലെ നമ്പൂതിരിമാരെ പതിതരായി കണക്കാക്കുകയും വർജിക്കുകയും ചെയ്തിരുന്നു. പുതുപ്പട്ടണത്തിന് തെക്കുള്ള വിപുലമായ നമ്പൂതിരി സമൂഹത്തിൻ്റെ കണ്ണിൽ വടക്കേ മലബാറിൽ ബാക്കിയായ നമ്പൂതിരിമാർ തരം താഴ്ന്നവരായി കണക്കാക്കപ്പെട്ടിരുന്നു എന്ന് കാണാവുന്നതാണ്. ഏതായാലും AD 6, 7, 8 നൂറ്റാണ്ട് കാലത്തൊക്കെ അനുകൂലമായി നിലനിന്ന സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകളെ നമ്പൂതിരിമാർ ഉപയോഗപ്പെടുത്തുകയും സമൂഹത്തിൽ പ്രബലരായി മാറുകയുമുണ്ടായി. ആ കാലത്ത് ഇതര ബ്രാഹ്മണ വിഭാഗങ്ങളെ ഒഴിവാക്കി നിർത്തിയതുപോലെ തന്നെ രാജകീയ രാഷ്ട്രീയ അധികാരം നിലവിലുള്ള പ്രദേശങ്ങളിലെ അധിവാസവും നമ്പൂതിരിമാർ ബോധപൂർവം ഉപേക്ഷിച്ചിരുന്നുവെന്ന് കാണാവുന്നതാണ്. അപ്രകാരം നമ്പൂതിരിമാർ എന്നത് ദക്ഷിണ കടൽത്തീരം വഴി കേരളത്തിലേക്ക് കടന്നു വരികയും അവർക്ക് അനുകൂലമായ ദേശങ്ങളിൽ അധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത കൂട്ടമാണെന്നും അനുമാനിക്കാം. ഇവർ കേരളത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഇതര ബ്രാഹ്മണ ജനവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആചാര നടപടികൾ ഉള്ള കൂട്ടമായിരുന്നു എന്ന് പറയുകയും സാധ്യമല്ല. കാരണം കേരളത്തിലെ നമ്പൂതിരിമാർക്ക് പ്രത്യേകമായുള്ള ആചാരവിശേഷങ്ങളിൽ ഏതെങ്കിലും ചിലത് അനുവർത്തിക്കുന്ന ഒരു ബ്രാഹ്മണ വിഭാഗവും ഇന്ത്യയിൽ ഇല്ല എന്നതാണ്. അതായത് ഈ വിഭാഗം കേരളത്തിൽ അധിനിവേശിച്ച ശേഷം വ്യത്യസ്ത ആചാരങ്ങൾ അനുവർത്തിച്ചിട്ടുണ്ട് എന്നതാണത്. കേരളത്തിൽ അനായാസം അവർ സൃഷ്ടിച്ചെടുത്ത ജീവിത പരിതസ്ഥിതിയും പ്രാമാണ്യവുമൊക്കെ മറ്റൊരു ബ്രാഹ്മണ വിഭാഗത്തിനും അവകാശപ്പെടാനാവാത്ത കാര്യം കൂടിയാണ്. ബ്രാഹ്മണ ജനതകൾക്കെല്ലാം ബാധകമായ ധർമ്മശാസ്ത്ര വിധികളിൽ നിന്ന് വ്യത്യസ്തമായതും പലപ്പോഴും അതിന് ഘടകവിരുദ്ധമായതും ആചാരക്രമങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ച നമ്പൂതിരി നടപടി മനഃപൂർവ്വമായി മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാനുള്ള വർഗ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതായി ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. നമ്പൂതിരിമാരുടെ 64 വിശേഷാചാരങ്ങളെ അനാചാരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതര ബ്രാഹ്മണർക്കിടയിലും ധർമ്മശാസ്ത്രങ്ങളിലും നിലവിലില്ലാത്ത ആചാരങ്ങൾ എന്ന അർത്ഥത്തിൽ കൂടിയാണ്. പൂർവ്വതീര ബ്രാഹ്മണരെല്ലാം പിൻകുടുംബക്കാരാണ്, നമ്പൂതിരി മുൻകുടുംബക്കാരനാണ്. മറ്റ് ബ്രാഹ്മണർ 2 ഇഴയുള്ള പൂണൂലാണ് ധരിക്കുന്നത്. നമ്പൂതിരിയുടെ പൂണൂലിന് ഇഴയൊന്നേ പാടുള്ളൂ. എന്തെങ്കിലും വസ്ത്രം ധരിക്കാതെ കുളിക്കുന്നത് മറ്റ് ബ്രാഹ്മണർക്ക് നിഷിദ്ധമാണ്. വസ്ത്രം ധരിച്ചു നിന്ന് കുളിക്കുന്നത് നമ്പൂതിരിക്ക് ജാത്യാചാര ലംഘനമാണ്. കുളിക്കുമ്പോൾ മറ്റ് ബ്രാഹ്മണർ മന്ത്രം ജപിക്കേണ്ടതുണ്ട്. യാതൊരു ദേവതാ സങ്കല്പവും ധ്യാനവും കൂടാതെ വേണം നമ്പൂതിരി സ്നാനം ചെയ്യാൻ. അലക്കുകാർ അലക്കിയ വസ്ത്രം ധരിക്കേണ്ടി വന്നാൽ വെള്ളത്തിൽ മുക്കി ശുദ്ധി വരുത്താതെ ധരിക്കുന്നത് ഇതര ബ്രാഹ്മണർക്ക് ആചാരവിരുദ്ധമാണ്. വെളുത്തേടൻ അലക്കിയതല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതോ താൻ തന്നെ വസ്ത്രങ്ങൾ കഴുകുന്നതോ നമ്പൂതിരിക്ക് നിഷിദ്ധമായിരുന്നു. ഇതര ബ്രാഹ്മണ സ്ത്രീകൾക്കിടയിൽ വിധവകളല്ലാത്ത സ്ത്രീകൾ വെള്ളവസ്ത്രം ധരിക്കുന്നത് ആചാര ലംഘനമാണ്. നമ്പൂതിരി സ്ത്രീകളാകട്ടെ വെള്ളയല്ലാതെ മറ്റൊന്നും ധരിക്കാറുമില്ല. കിഴക്കൻ തീരത്തെ ബ്രാഹ്മണർ ഒന്നുകിൽ വൈഷ്ണവരോ അല്ലെങ്കിൽ ശൈവരോ ആയിരിക്കും. നമ്പൂതിരിമാർക്ക് ഈ ഒരു വ്യത്യാസമേയില്ല. ഇത്തരത്തിലുള്ള പല ആചാരങ്ങൾക്ക് പുറമേ ഇതര ബ്രാഹ്മണ ജനതയുടെ നടപടികൾക്ക് വിരുദ്ധമായ നടപടികൾ നമുക്ക് വേറെയും കണ്ടെത്താനാവും. ഋതുമതിയാവും മുന്നേ പെൺകുട്ടിയുടെ വിവാഹം നടന്നിരിക്കണമെന്നത് ഇതര ബ്രാഹ്മണ ജനതയിലെ ആചാരമായിരുന്നെങ്കിൽ നമ്പൂതിരി സ്ത്രീകൾക്കിടയിൽ വിവാഹപ്രായത്തിന് അത്തരമൊരു നിബന്ധന ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്പൂതിരിമാരിലെ വിവാഹം എന്നത്. കുടുംബത്തിലെ മൂത്ത പുരുഷനല്ലാതെ മറ്റാർക്കും വിവാഹമുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്പൂതിരിമാർ കൈക്കൊണ്ട നായർ സ്ത്രീകളുമായുള്ള ബാന്ധവ വേഴ്ച എന്നത്. ഏതായാലും ദേവസ്വം ജന്മങ്ങളുടെയും ക്ഷേത്ര സങ്കേതങ്ങളുടെയും നാടുവാഴി സ്ഥാപനങ്ങളുടെയും ആവിർഭാവവും ആ കാലത്ത് നമ്പൂതിരിമാർ നേടിയെടുത്ത ദൈവിക പദവിയും വിശേഷാൽ അധികാരങ്ങളുമൊക്കെ ഇതര ബ്രാഹ്മണർക്ക് ലഭിക്കാതിരിക്കാൻ കൂടി
ഇത്തരം ആചാരങ്ങൾ അനുവർത്തിച്ചു എന്നും പറയാവുന്നതാണ്. കേരളീയ ജാതി സമൂഹ പരിണാമവും മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും ഏതോ പരദേശി ബ്രാഹ്മണ സംഘമായിരുന്ന നമ്പൂതിരിമാർ മലയാള ബ്രാഹ്മണനായി മാറിയ മാറ്റവുമെല്ലാം തന്നെ ഏതാണ്ട് ഒരേ കാലത്ത് സമാന്തരമായി നടന്ന കാര്യങ്ങളാണെന്ന് പറയാം. അപ്രകാരം ഈ മാറ്റങ്ങൾ സംഭവിച്ചതും അത് സമൂഹത്തിൽ വ്യക്തമായ ചിഹ്നങ്ങളായി മാറിയതും AD 6, AD 8 നൂറ്റാണ്ടുകൾക്കിടയിലാവണം. പൊതുവെ എല്ലായിടത്തും കാർഷിക ഗ്രാമ സമൂഹങ്ങളാവുന്ന ജാതി സമൂഹങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത് അവിടെ എത്തിച്ചേർന്ന ബ്രാഹ്മണ സംഘങ്ങളാണെന്ന് അറിയാമല്ലോ. കേരളത്തിലെ വ്യത്യാസങ്ങൾക്ക് അനുസൃതമായി അതും മാറി മറിയുകയുണ്ടായി. പരമവിശുദ്ധ ജാതിയായ ബ്രാഹ്മണൻ കഴിഞ്ഞാൽ കേരളത്തിൽ മറ്റ് സകല ജാതികളും തീണ്ടൽ ജാതികളായിരുന്നു എന്ന കാര്യം ഓർക്കുക. നായന്മാർ നമ്പൂതിരിക്ക് തൊട്ടാൽ കുളിക്കേണ്ട അയിത്ത ജാതിയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ പരിചര്യ ചെയ്യേണ്ട പരിചാരകരുമാണ്. ഈ തീണ്ടൽ അളവ് താഴോട്ടേക്ക് പോകുന്തോറും പല രീതിയിൽ മാറി മറിയുമെന്ന് മാത്രം. പഴയകാലത്ത് നമ്പൂതിരി വിഭാഗത്തിന് നായർ വിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെ നിലനിൽക്കുക പോലും അസാധ്യമായിരുന്ന കാലത്ത് തൊട്ടാൽ കുളിക്കണം എന്നൊരു ജാതി നിയമം അവർ നിലനിർത്തിപ്പോന്നത് എന്തുകൊണ്ടായിരിക്കും എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഇത്തരത്തിലുള്ള പല നടപടികളും പിൽക്കാലത്ത് നമ്പൂതിരി സമൂഹത്തിന് തന്നെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്ന് പറയാം. ഏതായാലും കേരളത്തിൻ്റെ മൊത്ത ജനസംഖ്യയിൽ 1% പോലും തികച്ചില്ലാത്ത ഈ നമ്പൂതിരിമാർ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലമെടുത്താൽ കേരളത്തിലെ ഏതാണ്ട് മുഴുവൻ ഭൂമിയുടെയും പരമാവധി ഉടമകൾ എന്ന് കാണാവുന്നതാണ്. നമ്പൂതിരിമാർ തന്നെ സൃഷ്ടിച്ചെടുത്ത കഥകളിലൂടെ അവർ ആ ഭൂമിയെ നീണ്ടകാലം ഭരിച്ചു എന്നത് ചരിത്ര സത്യം തന്നെയാണ്. എന്നാൽ 1800കളുടെ അവസാനത്തോടെയൊക്കെ ഈ സ്ഥിതിക്ക് വിപരീതമായ ദരിദ്രവും ജനസമുദായമെന്ന നിലയിൽ നിസ്സഹായരുമായ അവസ്ഥ കൂടി നമ്പൂതിരിമാർക്ക് കാണുന്നുണ്ട് എന്ന് പറയാം. നമ്പൂതിരി സ്ത്രീകളൊക്കെ അത്രമാത്രം ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. അവർ സൃഷ്ടിച്ചെടുത്ത ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഇരുട്ടിൽ 1891 കാലത്ത് 45% വരുന്ന സ്ത്രീജനങ്ങൾ ആയുഷ്കാല കന്യകകളായി ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നാടിൻ്റെ പൊതുവായ സാമൂഹ്യ പരിതസ്ഥിതിയും സമ്പൽസ്ഥിതിയും സ്വത്തുവകകളുടെ സങ്കല്പവുമൊക്കെ മാറി തുടങ്ങിയപ്പോൾ പഴയ രീതിയിൽ തന്നെ നിലനിന്ന നമ്പൂതിരി വർഗത്തിന് നിലമുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ പദവിക്കൊക്കെ മാറ്റങ്ങളില്ലെങ്കിൽ പോലും ജീവിത വഴികളിൽ തിരിച്ചടിയായി മാറി എന്നും പറയാവുന്നതാണ്.